ഹായ് ഗായ്സ്, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ എനിക്ക് എട്ടിൻ്റെ പണി നല്ലൊരു മുട്ടം പണി നല്ല പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് പറയാണ്ടിരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ മുൻപ് തന്നെ ചെയ്യണം വിചാരിച്ചിട്ടുണ്ട്, ഒരു മാസം മുമ്പ് ചെയ്യണം വിചാരിച്ചാണ്. പക്ഷെ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് തന്നെയാണോ എന്നുള്ളത് എനിക്ക് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെ എനിക്ക് DIYs ചെയ്തിട്ട് എനിക്ക് ഇതുവരെയും ഇതുപോലത്തെ കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടില്ല. മുൻപൊരു ഒരു വർഷം മുമ്പ് എനിക്കൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതായത് കളറ് ചേഞ്ച് ആവുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ആരും എനിക്ക് അതിൻ്റെ ആ ഒരു റീപ്ലൈയും തന്നിട്ടില്ല കേട്ടോ. ആർക്കും അത് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതെന്നല്ല, അതിൽ പറഞ്ഞ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര പേര് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇനി ആരെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ ഒരു ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ചിത്രമൊക്കെ ഞാൻ ആ ഒരു തമ്പനിയിലൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് 2 വീഡിയോ ചെയ്തു. ഒരെണ്ണം വന്നിട്ട് നമ്മുടെ അപ്പർ ലിപ്പിലുള്ള ഹെയർ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടും മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയത്. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ സെബേഷ്യസ് ഫിലമെൻറ്റിനെ നമുക്ക് പുറത്തെടുക്കാം. അതായത് നമ്മുടെ ഫേസിൽ മസാജിങ് കൊടുക്കുകയാണ്. ഒരു 30 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ചേരാവുന്ന ഒരു ഓയിൽസ് എടുത്തിട്ട് നമ്മൾ ഒരു 30 മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നിന്ന് സെബേഷ്യസ് ഫിലമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതെല്ലാം ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എടുത്തിട്ട് എനിക്ക് കിട്ടിയ പണിയാണ് എൻ്റെ ഫേസ് മൊത്തം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് 2 കവിളിലും അതുപോലെ തന്നെ താടിയിൽ ചെറിയ രീതിക്ക് താടിയിൽ നെറ്റിയിൽ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കാണിക്കുന്ന സമയത്തൊക്കെ നല്ലതായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഞാനത് കുറച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു മുട്ട, ജീരകം, ഉലുവയൊക്കെ വെച്ചിട്ട് ഒരു പൗഡർ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അത് ചെയ്തിട്ട് എനിക്ക് കുറഞ്ഞതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പണി എന്ന് പറയുന്നത്. ഈ ഒരു സെബേഷ്യസ് ഫിലമെൻറ്റ് ഞാൻ ആദ്യം ആ ഒരു ഇംഗ്ലീഷ് ചാനലിനകത്ത് കണ്ടപ്പോൾ മലയാളത്തിൽ ആ ഒരു സെബേഷ്യസ് ഫിലമെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മലയാളത്തിൽ ആരുമായിട്ട് ഞാൻ ചെയ്തതായിട്ട് കണ്ടില്ല അതിനകത്ത്. അപ്പോൾ ഓടി കയറി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നി. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ എല്ലാ DIYs ഞാനൊരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിന് ഞാനൊന്ന് നോക്കും, എൻ്റെ ഫേസിലൊന്ന് ഇട്ട് നോക്കും. കുഴപ്പമില്ലെങ്കിലാണ് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ നോക്കിയപ്പോൾ മലയാളത്തിൽ ആരെയും കണ്ടില്ല. അപ്പോൾ ഓക്കെ, ഞാനായിരിക്കും ഫസ്റ്റ് എന്ന് വിചാരിച്ചു ഓടി കയറി അങ്ങ് ഇട്ടു കേട്ടോ. ഒരു തവണ ചെയ്തു, 2ാമത്തെ തവണ ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞ ശേഷം കൊണ്ട് എനിക്ക് നന്നായിട്ട് ഇതുപോലെ ഒരു 15-20 ദിവസം 20-25 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാസം, ഏകദേശം ഒരു മാസം ആവാറാവുമ്പോണ്ട് ഇതുപോലെ എനിക്ക് പിമ്പിൾസൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി. ഈ സെബേഷ്യസ് ഫിലമെൻ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ തള്ളി നമ്മളൊരു കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ആ ഭാഗത്തോട്ട് നോക്കുമ്പോൾ, ആ കവിൾ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു സെബേഷ്യസ് ഫിലമെൻ്റൊക്കെ ഇങ്ങനെ തള്ളി പുറത്ത് നിൽക്കും. ഞാൻ കൈവച്ചിങ്ങനെ ചിലപ്പോൾ കിള്ളി അതങ്ങ് എടുക്കും. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മളത് എടുക്കുക. എന്താ സംഭവം അത് തന്നെയാണ് നമ്മുടെ സെബേഷ്യസ് ഫിലമെൻ്റ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയപ്പോൾ ഇതാണ്ട് കിടക്കണം. നമ്മുടെ യൂട്യൂബിനകത്ത് ഒരുപാട് മലയാളം യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്ന പേര് തെറ്റായതുകൊണ്ട് സെബേഷ്യസ് ഫിലമെൻ്റ് എന്ന് അടിച്ചു കൊടുത്തപ്പോൾ അധികമൊന്നും കണ്ടില്ല. പിന്നെ നോക്കിയപ്പോഴാണ് അതിനകത്ത് ഓയിൽ ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അതിൽ എനിക്ക് കണ്ടത് കേട്ടോ എൻ്റെ കണ്ണിൽ. അപ്പോൾ ഓയിൽ ക്ലെൻസിങ്ങും ഈ ഒരു സെബേഷ്യസ് ഫിലമെൻ്റ് എന്നൊക്കെ പറയുന്നത് സെയിം ആണെന്നുള്ളത് മനസ്സിലായി. ഞാൻ ആ ഒരു വീഡിയോ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ചെയ്തപ്പോൾ അബദ്ധമായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഈ ഒരു നിങ്ങൾ ഇതിനകത്ത് നിൽക്കരുത്. കാരണം ഈ ഒരു സെബേഷ്യസ് ഫിലമെൻ്റ് കുഴപ്പമില്ല. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തെടുത്തോളം അതിനെക്കുറിച്ച് നോക്കുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, ഒരു നിരുപദ്രവകാരിയായിട്ടുള്ളൊരു സംഭവമാണത്. നമുക്കതിപ്പോൾ എടുത്താലും ഈ പറഞ്ഞ പോലെ ഈ മാസം എടുത്തു, അടുത്ത മാസം ആകുമ്പോൾ അതുപോലെ തന്നെ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മളത് വീണ്ടും എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ സ്കിന്നിന് നല്ലതല്ലാണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ബുദ്ധിമുട്ടൊന്നും അത് തരുന്നില്ല. അത് ഒത്തിരിയൊക്കെ ആകുമ്പോഴൊക്കെയാണ് നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ചിലർ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓയിൽ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും അല്ല, ഇത് സെബേഷ്യസ് ഫിലമെൻ്റാണ്. ഈ ഒരു സെബേഷ്യസ് ഫിലമെൻ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു സ്കിന്നിനകത്ത് നാച്ചുറലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഒരു ഓയിലിനെ നല്ലൊരു മോയ്സ്ചറൈസിങ്ങിനായിട്ട് ഹെൽപ്പാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു സെബേഷ്യസ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നിരുപദ്രവകാരി വായി നാക്ക് വിളിക്കുകയാണ് കേട്ടോ. നിരുപദ്രവകാരി
കാരികൾ, ഓക്കെ, നിരുപദ്രകാരികൾ ആണ് ഇവർ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇത് ചെയ്യരുത് കേട്ടോ. ഇനി കുറച്ച് പേര് കമൻറ്റിൽ വന്ന് ചോദിക്കാം, ഇതെല്ലാവർക്കും വരുന്നില്ല, ഞങ്ങൾക്ക് സക്സസ് ആണ്, ഞങ്ങൾക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ അതിൻ്റെ രീതിയിലൊക്കെ ചെയ്തു എന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നത് ചെയ്തിട്ട് ഇത് വന്നു, ചിലർക്ക് വരും, ചിലർക്ക് വരത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം നമുക്ക് ഹെൽപ്ഫുൾ അല്ലാതെ നമുക്കിതൊരു ദോഷമായിട്ടുള്ള സംഭവമല്ല ഈ ഒരു സെബേഷ്യസ് ഫിലമെൻ്റ്. അപ്പോൾ അതുകൊണ്ട് അതിനങ്ങ് വെറുതെ വിടാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ എനിക്കിത് പറയാൻ എനിക്ക് സമാധാനമാവുന്നില്ല. 2 മാസമായി ഞാൻ ഇതിന് പിന്നിൽ ഇത് ചെയ്യണോ വേണ്ടോ എന്ന് പറഞ്ഞാൽ ആകെ കൂടി ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. എന്താ പറയുക, ഞാൻ ഈ ചെയ്ത് എനിക്കൊരു അബദ്ധമായതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കുക. ദയവ് ചെയ്ത് ഇനി ആരെങ്കിലും ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഇത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.